ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് തണ്ണിമത്തൻ്റെ അപാര ഗുണങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, ആളൊരു ആഫ്രിക്കക്കാരനാണ്, തണ്ണിമത്തൻ ഒരു ആഫ്രിക്കക്കാരനാണ്. എങ്കിലും നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് തണ്ണിമത്തൻ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തണ്ണിമത്തനിൽ സിട്രുലിൻ അടങ്ങിയിട്ടുണ്ട്. അത് ചുവപ്പിനെ അപേക്ഷിച്ച് മഞ്ഞയിൽ വളരെ അതിന്റെ 1.5 മടങ്ങ് മഞ്ഞയിൽ കൂടുതലാണ്. മഞ്ഞ, അതായത് കുരുവില്ലാത്ത തണ്ണിമത്തനില് ഈ തണ്ണിമത്തൻ എന്ന് പറയുന്നത് വളരെയധികം, അതിന്റെ 90% ജലമാണ് അതിനകത്തുള്ളത്. ധാരാളം വിറ്റാമിനുകളുണ്ട്, ആന്റി ഓക്സിഡന്റ് വിറ്റാമിൻ എ, ബി, സി ഇതെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനുള്ള ശേഷി അതിനുണ്ട്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഇപ്പൊ നമ്മളൊരു തണ്ണിമത്തങ്ങ കഴിച്ചു കഴിഞ്ഞാൽ ആ തണ്ണിമത്തങ്ങയുടെ ചുവന്ന ഭാഗം അല്ലെങ്കിൽ മഞ്ഞ ഭാഗമായാണ് നമ്മൾ കഴിക്കുന്നത്. ആ വെള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കഴിക്കില്ല. കുരു ഉണ്ടെങ്കിൽ കുരുവിനെ തുപ്പിക്കളയും. നിങ്ങൾ ഒരു കാര്യം കൂടി അറിയണം, വളരെ പോഷക സമ്പുഷ്ടമാണ് അതിന്റെ കുരു എന്ന് പറയുന്നത്. ഒരിക്കലും കുരു കളയരുത്. കുരു കൂടി നമ്മൾ ചവച്ച് കഴിയും. കുരു എന്ന് പറഞ്ഞാൽ പോഷക സമ്പുഷ്ടമാണ്. അനേകം പോഷക ഘടകങ്ങൾ അതിന്റെ തണ്ണിമത്തന്റെ കുരുവിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് വെള്ള ഭാഗം നമ്മൾ കളയും. ഒരു കാരണവശാലും അത് ചെയ്യരുത്. വെള്ള ഏറ്റവും സിട്രമിനൊക്കെ വളരെ കൂടുതൽ ഉള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ചുവപ്പിനെ അപേക്ഷിച്ച് സിട്രമിൻ 1.5 മടങ്ങ് മഞ്ഞയിൽ കൂടുതലാണ്. പക്ഷെ എന്നാൽ ചുവപ്പാണ് നമ്മൾ കഴിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കാമ്പ്, ഏതിന്റെ ആയാലും അതിന്റെ കാമ്പ് കളയാൻ, പുറംതൊലി മാത്രം ചെത്തിക്കളഞ്ഞിട്ട് ആ വെള്ളഭാഗം കഴിക്കണം. അതിനകത്ത് ധാരാളം വൈറ്റമിൻസ് ഉണ്ട്, അത് കളയാൻ പാടില്ല. അത് കളഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. പ്രയോജനമില്ല എന്നല്ല, കൂടുതൽ പ്രയോജനം നമുക്കത് ലഭിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിന്റെ ജലദൗർലഭ്യത്തെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുവാൻ അതിന് സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും നല്ല ദാഹശമനികളിലൊന്നാണ്. അത് യൂറിനൊക്കെ ശുദ്ധീകരിച്ചു പോകുവാൻ ഇതിനെ കൊണ്ട് തണ്ണിമത്തൻ കഴിക്കുന്നതിലൂടെ സാധിക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ താപനിലയെ ഒരു പരിധി വരെ നോർമലാക്കി നിലനിർത്തുവാൻ തണ്ണിമത്തന് സാധിക്കും. അതായത് നമ്മളെപ്പോഴും മലയാളികളുടെ ഒരു പ്രത്യേകതയുണ്ട്, ആവശ്യം വരുമ്പോഴേ നമ്മൾ ഓരോന്ന് അന്വേഷിക്കുകയുള്ളൂ. അത് നമ്മുടെ ഒരു ഇതുണ്ട്. അതായത് മഴ വരുമ്പോഴേ നമ്മൾ കുടയെ കുറിച്ച് അന്വേഷിക്കുകയുള്ളൂ. അതുപോലെ വേനൽക്കാലം വരുമ്പോഴേ നമ്മൾ തണ്ണിമത്തൻ നോക്കുകയുള്ളൂ. പക്ഷെ തണ്ണിമത്തൻ വേനൽക്കാലത്തല്ല, മഴക്കാലത്തായാലും ഏത് കാലത്തായാലും നിങ്ങൾക്ക് ധാരാളം കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിന്റെ കുരു നമ്മൾ കളയാൻ പാടില്ല. നമ്മുടെ രോഗപ്രതിരോധ ശേഷി, എപ്പോഴും നമ്മുടെ ഈ മഴക്കാലഘട്ടമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കർക്കിടക മാസമൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമ്മൾ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ കൂട്ടുവാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന് ദോഷം വരുന്ന പ്രക്രിയകളെ തടഞ്ഞു നിർത്തുന്ന ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഫൈബറുകൾ, നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പൊട്ടാഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതുപോലുള്ള മിനറൽസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇതുകൊണ്ട് അത് സമ്പുഷ്ടമാണ്. അപ്പൊ നമ്മുടെ വേനൽക്കാലത്തൊന്നോ മഴക്കാലത്തോ എന്നല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ തണ്ണിമത്തനും നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക. അപ്പോൾ തണ്ണിമത്തൻ കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ കാമ്പ് കളയരുത്. കാമ്പില് ധാരാളം വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉണ്ട്, സിട്രമിനും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കുരുവല്ലാതാണ്. മഞ്ഞയാണെങ്കിൽ കുരുവില്ലാത്തതാണ്, കുരുവില്ലാത്താണെങ്കിൽ ഇല്ല. കുരുവുള്ളതാണെങ്കിൽ അതിന്റെ കുരു ഭക്ഷ്യയോഗ്യമാണ്. ധാരാളമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഇത് നമ്മുടെ ആരോഗ്യത്തിനും പ്രതിരോധ ശേഷിക്കുമെല്ലാം ഏറ്റവും നല്ലതാണ്.